രാവിലത്തെ കാപ്പിക്ക് പരത്തി വെച്ച ചപ്പാത്തീനെ ഒരു രണ്ടെണ്ണം എടുത്ത് മാറ്റി വെക്കുകയാണേൽ വൈകിട്ടത്തെ ചായക്കടിയായി. എങ്ങനാന്നല്ലേ? എങ്കി വാ കൂടെ കൂടിക്കോ. പരത്തി വെച്ചൊരു ചപ്പാത്തി എടുത്ത് ഇതുപോലെ നേർ പകുതിയായി രണ്ടായി മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായി ഒരു ബൗളിലേക്ക് ഒരു പിടി ചിരവിയ തേങ്ങായും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പൊടിച്ചെടുത്ത കുറച്ച് കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കി ഇത് ഒന്ന് മാറ്റിവെക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയുടെ ഒരു പകുതിയിലേക്ക് നമ്മുടെ തേങ്ങാ ഫില്ലിങ്സ് ഇതുപോലെ ഒരു സൈഡിലായി വെച്ച് കൊടുത്ത് ഇതൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ആ സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ കലക്കി വെച്ച് ഗോതമ്പ് മാവ് ഒഴിച്ചു കൊടുത്ത് മറു സൈഡ് കൊണ്ട് ഫില്ലിങ്സ് ഒക്കെ കവർ ചെയ്ത് മടക്കി കൈ വെച്ച് നല്ല പോലെ ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. എല്ലാ പീസും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റിയാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ചായക്കടി റെഡി. അപ്പോൾ എങ്ങനാ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു രണ്ടെണ്ണയിലും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.